അമേരിക്ക H1B വിസ അതിന്റെ ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം എന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. $1,00,000 ഒരു വർഷം വിസയ്ക്കായിട്ട് നൽകേണ്ടത്. യഥാർത്ഥത്തിൽ ഇതിന്റെ തിരിച്ചടി അമേരിക്കയ്ക്ക് തന്നെയാണെന്നാണ് അമേരിക്കയിലെ ഭൗതിക ശാസ്ത്രജ്ഞനായ മിഷിയോ കാക്കു പറയുന്നത്. അദ്ദേഹം പറയുന്നത് അമേരിക്കയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ തന്നെ പൂട്ടിപ്പോകും. കാരണം അമേരിക്കയിലെ PhD നേടുന്നവരിൽ 50% വിദേശത്ത് നിന്ന് വരുന്ന ആളുകളാണ്. അമേരിക്കയിലെ പ്രമുഖ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നത് വിദേശത്ത് നിന്ന് വരുന്ന ആളുകളാണ്. അമേരിക്കക്ക് സത്യത്തിൽ ഒരു രഹസ്യമായ ആയുധം തന്നെയായിരുന്നു ഈ H1B വിസ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് അത് നിഷേധിക്കുന്നത് അല്ലെങ്കിൽ അതിന് വില കൂട്ടുന്നത് മൂലം, അതിന്റെ ഫീസ് വർദ്ധിപ്പിക്കുന്നത് മൂലം അമേരിക്കക്ക് തന്നെയാണ് നഷ്ടം എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അമേരിക്കയിൽ ഏതാണ്ട് എല്ലാ കമ്പനികളും, അത് ഗൂഗിളിലാണെങ്കിലും ആമസോണുകളിലാണെങ്കിലും എല്ലാം വിദേശത്തു നിന്നുള്ള ആളുകളാണ്. അപ്പൊ ഈ ഒരു വിസയെ ജീനിയസ് വിസ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഈ വിസയുടെ ഫീസ് വർദ്ധിപ്പിക്കുന്നത് അമേരിക്കക്ക് തന്നെ തിരിച്ചടിയാവും. അമേരിക്കയിലെ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇല്ലാതാവും എന്നാണ് ഈ ഭൗതിക ശാസ്ത്രജ്ഞൻ, അമേരിക്കക്കാരനായ ഈ ഭൗതിക ശാസ്ത്രജ്ഞൻ പറയുന്നത്.